നാട്ടിലാ? ബസ് കയറ്റി തരണോ? പൈസ എടുത്തുക്കാ? ഏത് എന്റെ പേഴ്സ് ഒന്നല്ലോ? പൈസ കിട്ടുന്ന എടുത്ത പേഴ്സ് അങ്ങനെ ഉമ്മ പോയി. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നേരെയില്ലാണ്ട് മണ്ടുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ലേശം പത്തിരിയും വാങ്ങണം, പിന്നെ പോരാത്തതിന് നമ്മളെ പാലും വാങ്ങണം. പത്തിരി എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റിൻ്റെ അകത്ത് 20 എണ്ണ ഉണ്ടാവുക. 15 എണ്ണ എനക്കും 5 എണ്ണം മിന്നൂനും ഉമ്മാക്കും. ഒരു രണ്ടാളും കൂടി പപ്പാതി എടുത്തോട്ടെ, 2.5 വെച്ച്. അങ്ങനെയാണ് നമ്മളൊരു കണക്ക് വരുന്നത് കേട്ടോ. ഇന്നലെ കറിയും കാര്യങ്ങളെല്ലാം ആടെ ഉണ്ട്. പത്തിരി ഇടുവാനുള്ള കല്ലൊന്നും ഇല്ലാനെ എന്തെന്നാക്കുവാന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട്. നിങ്ങൾ ഞാനുള്ളവർ എന്തിനാ വിഷമിക്കുന്നത്? നല്ല രീതിയിൽ പത്തിരി നമുക്ക് കടയിൽ കിട്ടൂലേ, ആടെ നിങ്ങൾ വാങ്ങിയാൽ പോരേന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. എന്നിട്ട് വേഗം ചായ കുടിക്കണം. അതാണ് ഇന്നത്തെ രാവിലെ തന്നെ ഉള്ള പണി. നിങ്ങളെ വീട്ടിലെന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അടുക്കളയിലൊന്ന് ചെന്ന് നോക്കുക. പത്തിരിക്ക് കൂട്ടുവാനെന്നാ കറി എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് പോയി നോക്കുമ്പം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അടുപ്പത്ത് ഇങ്ങനെ ചട്ടി വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചിടുന്നുണ്ട് കാടയും ചിക്കനും ഒക്കെ. പൊരിച്ച ചിക്കൻ അല്ലെങ്കിൽ കാട കാണുമ്പോൾ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ് അല്ലേ. രാവിലെ തന്നെ ഇതും കൂട്ടി കടിച്ചു പറിച്ച് ഒരു പത്തിരി തിന്നുകയെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും, പ്രത്യേകിച്ച് ആണുങ്ങളെ. ഇപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ ഇതാണ് കേട്ടോ. പിയ്യാപ്പിളക്ക് കട്ടൻ ചായയും അമ്മായിയമ്മയ്ക്ക് പാലുവാർന്ന ചായയും. ഇതെന്ത് കഥ? ലാ ഹൗല വല. സാധാരണ തിരിച്ചല്ലേ ഉണ്ടാവുക, എന്നാലും ഇതെന്ത് കഥയാണെന്നല്ലേ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട് ഫ്രണ്ട്സ്, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഞാൻ മിന്നുവിനെ കല്യാണം കഴിച്ച ശേഷം ആദ്യമായിട്ട് വിരുന്ന് പോവുമല്ലോ ഓളാടാ. ആ സമയത്ത് ഞാൻ അതിൻ്റെ മുമ്പ് ഇവളോട് പറഞ്ഞു എനിക്ക് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ് മിന്നോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ പോരേന്ന്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവളാടെ വിരുന്ന് പോയാലോ, നല്ല ആട്ടുംപാൽ പറഞ്ഞ നല്ല ചായ എല്ലാവർക്കും, എൻ്റെ കൂട്ടത്തിൽ വന്ന എല്ലാവർക്കും. ആദ്യമായിട്ട് വിരുന്ന് പോയാൽ എനിക്ക് കട്ടൻ ചായയോ. ഞാൻ വിചാരിച്ചു പടച്ചവനെ ലേശം ആട്ടുംപാൽ പറഞ്ഞ ചായ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സുഖയിനല്ല, എന്താ ഇവർ തരാത്തത്. എന്നിട്ട് എനിക്കന്നേരം പിയ്യാപ്പിളല്ല അപാട് എടുത്ത് ഒഴിക്കുവാനൊന്നും ആവുമല്ലോ, വില പോകുമല്ലേ. ഞാൻ മിണ്ടാണ്ട് നിന്ന് നോക്കി, എന്നിട്ടും കിട്ടുന്നില്ല. അവസാനം ഞങ്ങളോട് ചോദിച്ചാൽ തന്നെ എനിക്ക് തരാഞ്ഞ്. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂലാന്ന്, അതുകൊണ്ട് ഒരു തരയിട്ട് അവർ കുറേ ചോദിച്ചിരുന്നു. നല്ല ആട്ടും പാലാന്ന് ഞാൻ സമ്മതിക്കേറ്റാന്ന്. എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അതാണ്. അതിന് ശേഷം എനിക്കിതുവരെ പാല് വാർന്ന ചായ ഇവരുടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും എനിക്ക് പാല് വാർന്നതും ഇഷ്ടമാണ്, ഓലെ കുടുംബക്കാരൊന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ അങ്ങ് പറഞ്ഞു. നമ്മളെ റൂമിൻ്റെ അടുത്ത് ഒരു ഇത്തുണ്ട്, നാട്ടിൽ നിന്ന് കോയിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുട്ടയൊക്കെ വിൽക്കുന്ന കേട്ടോ. ഓരോരുത്തർ നിന്ന് നല്ല നാടൻ മുട്ട കിട്ടിയിട്ടുണ്ട്. ഗിരിരാജ് അല്ലാത്ത ഇതേപോലത്തെ എന്നുള്ള നാടൻ മുട്ട ഇവിടെ നിന്ന് അങ്ങനെ കിട്ടലില്ല. ഇവർ നമ്മളെ മലപ്പുറമുള്ള ഒരു ഇത്തയാണ്, അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അടുപ്പത്ത് വലിയൊരു ചെമ്പാണ്. എൻ്റെ ഇന്നലത്തെ ചോറ് തിന്നൽ കണ്ടിട്ട് ചെറിയ ചെമ്പിൽ വെച്ചാൽ പിയ്യാപ്പിളക്ക് മതിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മായിയമ്മ വലിയ ചെമ്പ് തന്നെ വെച്ചതാണ് കേട്ടോ. ഇത് അപ്പുറത്താറ്റം പോയിട്ട് കണ്ടത്ത് പോയിട്ട് അമ്മായിയമ്മ ഓടിച്ചോണ്ട് തോന്നിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉപകാരമുള്ളതുകൊണ്ട് പച്ചക്കറിയൊക്കെ ഞങ്ങൾ ലേശേ വാങ്ങലുള്ളൂ. അപ്പുറം ഇപ്പുറം നിന്ന് കറങ്ങും. അപ്പോൾ അവിടെയൊക്കെ കൃഷിയിടത്തിൽ നിന്ന് പല പല ഐറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. അത് വലിയൊരു ഗുണമാണ്. എന്തായാലും ഇത്രയും വലിയ ചെമ്പൊന്നും വേണ്ടേനു, അത്ര ഇടങ്ങാതിൻ്റെ ചോറൊന്നും ഞാൻ തിന്നുവോ. മെഞ്ഞാന്ന് വാങ്ങിയ ചേന ഒന്ന് നോക്കിയാലും ചേനേൻ്റെ അകത്ത് നിറച്ചുറുമ്പ്. ഈ ചേനയെല്ലാം എങ്ങനെയാണ് ഉറുമ്പ് തിന്നുവെന്ന് എനിക്ക് ഇതുവരെ തിരിഞ്ഞിക്കില്ല. ചൊറിയുള്ള സാധനമെല്ലാം തിന്നിട്ട് എന്തിനാ മക്കളെ ഇങ്ങനെ ചൊറി വരുന്നത്? നല്ല ലഡു മിച്ചറെല്ലാം അപ്പുറം വെച്ചിക്കില്ല, അതിൽ കാര്യം നിൽക്കരുതോ എന്നിങ്ങനെ മനസ്സിൽ ഞാൻ വിചാരിച്ചുകൊണ്ട് ആ ചേന എടുത്ത് ഉമ്മാക്ക് കൊടുക്കുമ്പോൾ പടച്ചോനെ ഇന്ന് ചേനയാണല്ലോ ആക്കുന്നതെന്ന് മനസ്സിലൊരു കുത്തുണ്ടേനു. രാവിലെ അല്ലേ ചേർച്ചി തന്നതിന് പകരം ഉച്ചയ്ക്ക് ചേന തീറ്റിക്കേണ്ട പരിപാടിയാണ് കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ അരിഞ്ഞിടുന്നുണ്ട്. എന്തായാലും ഉമ്മ വന്നുകൊണ്ട് ചേനയും കാര്യങ്ങളെല്ലാം ഓക്ക് കിട്ടും. ഇപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ചേനയൊക്കെ അരിഞ്ഞിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലേശം ചെറുവാരും ചോറും കൊടുക്കുകയെന്നല്ലാണ്ട് വേറെ കാര്യമൊന്നും എന്നെ കൊണ്ട് ഉണ്ടാവുകയല്ല. അതുകൊണ്ട് ഉമ്മാനെ തന്നെ ഇങ്ങ് കൊണ്ടുപോകാൻ നോക്ക്, മര്യാദയ്ക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഉമ്മ അവിടുന്ന് ചേന അരിയട്ടെ, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരുന്ന ലേശം കരിക്ക് വാങ്ങണം. അപ്പോൾ കരിക്കെല്ലാം തീർന്നിരിക്കുകയാണ്. കരിക്ക് ഡെയിലി പെണ്ണുങ്ങൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് ശാസ്ത്രീയപരമായിട്ടുള്ള രേഖകളൊക്കെ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. ആണുങ്ങൾക്കും വേണമെങ്കിൽ കുടിക്കുക. അപ്പോൾ പുരയിൽ കുറേ തെങ്ങലുള്ളവർ ഉള്ള തേങ്ങ മൊത്തം വിറ്റ് പൈസയാക്കാണ്ട് ലേശം കരിക്കും തെങ്ങുമക്കാരനും വരുമ്പം വെട്ടിയിടുവാൻ പറ, എന്നിട്ട് അതങ്ങ് കുടിച്ചോ, നല്ലതാ ശരീരത്തിന്. എല്ലാം ഇങ്ങനെ പൈസയാക്കിയും തേങ്ങ അരച്ച മീൻകറിയോ എല്ലാം കൂട്ടി ഇങ്ങനെ നിൽക്കുന്നതിന് പകരം എപ്പോഴും വരുമ്പോൾ ഒരു പകുപ്പത്ത് കരിക്ക് വീതങ്ങ് പിന്നെ തള്ളിയിടുവാൻ പറയാം. കരിക്കിൻ്റെ വില ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. കരിക്ക് കുടിക്കുന്ന എന്തോ തേങ്ങ പോയി പോകുന്നൊക്കെ ഉള്ള പണ്ട് മുതലേ നമ്മളെ പറഞ്ഞ് ശീലിപ്പിച്ചല്ലേ. കരിക്കടല്ലേ ഉള്ള തേങ്ങ മൊത്തം തീർന്നു പോവോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇനി അങ്ങനെ വിചാരിക്കരുത്. എല്ലാ വീട്ടിൽ നിന്നും കരിക്ക് നല്ലോണം നമ്മൾ കുടിക്കുക. ഇപ്പോഴാണ് കരിക്കിൻ്റെ ഒക്കെ ഒരു വില മനസ്സിലായതുണ്ടല്ലോ. നമ്മൾ ഇവിടെയൊക്കെ വന്നേരാണ് ഒരു കരിക്കിന് 60 രൂപ 50 രൂപയൊക്കെയാണ് തോന്നിയ പോലെ വില. ചിലയിടത്തിൽ 60, ചിലയിടത്തിൽ 50 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തേങ്ങ വിറ്റ് നമുക്ക് എത്ര കിട്ടൂലേ. ശരിക്കും കരിക്ക് കച്ചവടം ഉഷാറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കട എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കടയാണ്. ഇവിടെ
എപ്പം പോയാലും നമുക്ക് കരിക്ക് കിട്ടും എന്നുള്ളത് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഈ ഇക്ക നല്ലോണം കട്ട് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കരിക്കാണ്. അതിനുശേഷം ഞാൻ നേരെ DTDC കൊറിയറിലേക്കാണ് പോയത്. നമുക്കൊരു വലിയ ബോക്സ് വന്നിട്ടുണ്ട്. വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. എന്താണ് എന്നുള്ളത് സർപ്രൈസാണ്, പെട്ടെന്നൊന്നും പറയൂല. അത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. വേറൊന്നും കൊണ്ടല്ല പറയാത്ത. ഇപ്പം ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾ ചോദിക്കും എന്തിനാ മോനെ അതിപ്പം തന്നെ പറഞ്ഞത്, കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരേനോ, എന്തിനാ വെറുതെ എന്നൊക്കെ നിങ്ങൾ എന്നെ ചോദിക്കും. അതെനിക്കറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ അത് എന്താ ഗിഫ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല. എന്തായാലും ഗിഫ്റ്റ് അയച്ച ആളോട് ഒരു വലിയ താങ്ക്സ് പറയുകയാണ്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമ്മളത് അൺബോക്സ് ചെയ്യും, നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരികയും ചെയ്യും കേട്ടോ. എല്ലാവർക്കും മനസ്സ് നിറയുന്ന നല്ലൊരു ഗിഫ്റ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ പറഞ്ഞോ എന്തായിരിക്കും അതിലുള്ളതെന്ന്. കറക്റ്റ് പറയുന്ന ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തീർച്ചയായിട്ടും തരൂ കേട്ടോ. ഓക്കെ, അപ്പം വലിയൊന്നും പറയാറ്, ചെറിയൊരു ഗിഫ്റ്റ് എന്തായാലും എന്തെന്ന് ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം നമ്മൾ നോക്കിയിട്ട് തരും. അമ്മായി ചേന അരിഞ്ഞിട്ടത് കറിക്കല്ല ഇതേപോലെ പൊരിക്കുവാനാണെന്ന് എനിക്ക് പിന്നെയാണ് കേട്ടോ മനസ്സിലായത്. വെറുതെ തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചു ഇന്ന് ചേനക്കറിയും കൂട്ടി ചോറ് തന്നേണ്ടി വരുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. നല്ല രീതിയിൽ ഭർത്തായായിട്ട് അരിഞ്ഞിട്ട് പൊരിച്ച പോലെ നല്ല മസാലയൊക്കെ ചേർത്ത് നല്ല ഞെരിപിരിയുള്ള ഒരു പൊരി പോലെ പൊരിച്ചെടുക്കുന്ന കണ്ടോ. ഇങ്ങനത്തെ വെറൈറ്റി ചേന ആരെങ്കിലും ഇതേപോലെ പൊരിച്ച് കൂട്ടലുണ്ടോ? ഇല്ലാത്തോലി ഇതിൽ കമൻറ്റ് ചെയ്താൽ റെസിപ്പി ഞാൻ അമ്മായിയമ്മേനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. പിയാപ്പിളൊക്കെ ഇപ്പം എങ്ങനെയാണ് ചേനയും ചോറും കൊടുക്കുക എന്നുള്ള ഒരു വേദന എന്തായാലും അമ്മായിക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മീൻ ഇതാ പൊരിക്കാൻ വേണ്ടി നല്ലോണം പെരക്കി വെച്ചിട്ടുണ്ട്. ഈ പെരക്കിയ മസാലക്കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്ന് വെച്ചാൽ ഇടവലത്തെ കണ്ടത്തിൽ പാഞ്ഞു കാരിയിട്ട് കണ്ടത്തിലുള്ള ചെറിയ പച്ചമുളക് അവിടെയുള്ള വീട്ടുടമസ്ഥർ കാണാതെ പറിച്ചെടുത്തിട്ട് തിരിച്ച് ആരും കാണാണ്ട് മണ്ടി വന്നിട്ട് അടുക്കളയിൽ കാരി മിക്സിയിലിട്ട് ഈ പച്ചമുളക് ഒരു 3-4 പ്രാവശ്യം കറുമുറു അരച്ചിട്ട് വേറെ 2-3 മസാലയും കൂടിയും കൂട്ടി മത്തി നല്ലോണം ഒന്ന് തിരുമിയതിന് ശേഷം ഒരു 3-4 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ ഉണക്കം തട്ടിയതിന് ശേഷമാണ് അത് പൊരിച്ചെടുത്തത് കേട്ടോ. കൂടാതെ കൂർക്കൽ ഉപ്പേരിയും ലേശം ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ വിഭവസമൃദ്ധമായ ഒരു ഊണായിരുന്നു ഇന്ന്. വേദനയോടുകൂടി മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. ഈ കാണുന്ന ചിക്കൻ കറി ഇന്നത്തോടുകൂടി ഫിനിഷ് ചെയ്യണം. അതിനുള്ള വഴികളാണ് ഞാൻ നോക്കുന്നത്. മാണ്ടിയിട്ടും മാണ്ടാണ്ടും കുറേ കറി ഞാൻ ചോറ്റിൽ പാർന്ന് കിട്ടോ. കാരണം ഇന്നത്തോടെ ഇത് തീർന്നില്ലെങ്കിൽ നാളെയും മറ്റന്നാളും കൂടെ ഇതിവിടെ ഓടും. ഒരു 3-4 ദിവസമായി ഓൾറെഡി ഓടുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എന്തായാലും അതിന് നമുക്ക് സങ്കടമൊന്നുമില്ല. കാരണം ഒന്നും വേസ്റ്റ് ചെയ്യാണ്ട് മാക്സിമം കൂട്ടുക എന്നുള്ള ഒരു രീതി തന്നെയാണ്. മിന്നുവിന് കൊണ്ടാച്ച ചേന ഉപ്പേരി ലേശം ഞാനും ഭാരി ഒരു വെറൈറ്റി ടേസ്റ്റ്. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അമ്മായിയമ്മ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണല്ലോ. നാട്ടിലാ പൗഡറല്ല ഇട്ടിക്കല്ലോ. നാട്ടിലേക്കാ ബസ് കയറ്റി തരണോ? ബസ് കയറ്റി തരണോ? പൈസ എടുത്തുക്കാ. ഏത് എന്റെ പേഴ്സ് ഒന്നല്ലോ. പൈസ കിട്ടുന്ന എടുത്ത ആയിക്കോട്ടെ. അല്ല ഞാൻ ഇറക്കി തരണ എന്നാ മാക്സി മാറ്റുവാനാ? ഇത് ഷീറ്റ് എടുത്തുക്കാ. അതല്ല നിങ്ങൾക്ക് അറിയോ എവിടെയാന്ന്? ഞാൻ വരണ്ട. ഇന്നലെ നമ്മൾ വാങ്ങിക്കൊടുത്ത മാക്സിക്ക് കൈക്ക് ഇറക്കം വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അത് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഞാൻ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഉമ്മ എന്നെ പോകുന്നത് തന്നെയാണ് നല്ല. കാരണം ഇഷ്ടപ്പെട്ട നോക്കിയെടുക്കാമല്ലോ. ചോറ് കഴിഞ്ഞ് കുറേ കോലായിലിരിക്കുന്ന ഒരു സൂക്കേടുണ്ട് എനിക്ക്. ഞാൻ അങ്ങനെ കുറേ നേരം അങ്ങ് ഇരുന്ന് പോയതേനു. അന്നേരമാണ് ഉമ്മ പോയി. അതിന് ശേഷം ഒന്ന് ഉള്ളിക്കാരി വെക്കുമ്പോൾ കണ്ട കാഴ്ചയായത്. മിന്നു ഇങ്ങനെ നല്ല കുഞ്ഞിപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടിയിടുന്നുണ്ട്. നല്ല ക്ഷമമാണ്ട പണിയാലേ ഇത് കുഞ്ഞിപ്പത്തിൽ ഉരുട്ടിയിടൽ. എന്താ നിങ്ങളുടെ അഭിപ്രായം? എത്ര സമയമാണോ ഇങ്ങനെ ചെറുങ്ങനെ? നമ്മളെ പുരയിലുള്ള സമയത്ത് ഞാനും ഇങ്ങനെ ഉരുട്ടിയിടാൻ സഹായിക്കലുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇത്രയും സാധനം ഇവൾ ഒറ്റക്ക് ഉരുട്ടിയിട്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലേശം ഉമ്മ ഉരുട്ടിയിട്ട് കൊടുത്തിട്ട് പോയതായിരിക്കും. അതാ പത്തിരി കൈമലാക്കി എന്നെല്ലാം പോകുമ്പോൾ പറഞ്ഞ്. എന്തായാലും കരിഞ്ജീരകവും കൂടിയും ചേർത്തിട്ടുള്ള നല്ലൊരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. കറക്റ്റ് അളവാണ്. എല്ലാം 1.5 സെൻറ്റിമീറ്റർ വീതിയും 1.5 സെൻറ്റിമീറ്റർ നീളത്തിലുമാണ് ഓള് കറക്റ്റ് ഉരുട്ടിയിട്ടത്. സെൻറ്റിമീറ്റർ മാറിയാൽ ഇതിൻ്റെ ടേസ്റ്റിനെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ശ്രമിക്കണ്ട കേട്ടോ. നിങ്ങളപ്പാട് പരത്തി പത്തിലാറ്റം ചുട്ടോ അല്ലെ വെറുങ്ങനെ ഉരുട്ടിയിടുമോ അല്ലെ കൊയക്കട്ടയായിട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന നിർബന്ധമൊന്നും ഇല്ല. ഞാളിത് കുറേ കണ്ടതാണെന്നല്ലേ നിങ്ങളെല്ലാം ഭാര്യപ്പാടുള്ള. എൻ്റെ ഉമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കാനും കേട്ടോ. കുഞ്ഞിപ്പത്തിൽ ഇറച്ചിയിലുള്ളത് ഉണ്ടാക്കുവാനും പിന്നെ വെല്ലം വെച്ചതും അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഉണ്ടാക്കുവാനും.
അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് വടകര ഫുഡും ഒക്കെ. ഇപ്പം വടകര ഭാഗത്തുള്ള കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നില്ലേ, കുറേ ഉമ്മമാർ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ നമ്മളെ സ്വന്തം ഉമ്മമാരല്ലേ അല്ലേ? അതാണ് നമുക്കൊരു സന്തോഷം. ഒരുപാട് ഉമ്മമാരുണ്ട് കേട്ടോ നമ്മളെ വീഡിയോ കാണുന്നവർ. ഇപ്പോൾ സ്വന്തം മോനെ പോലെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. ഇപ്പം വിളിക്കുകയോ മെസ്സേജ് ഒന്നും ചെയ്തില്ലെങ്കിലും വീഡിയോ കണ്ടിട്ട് അങ്ങനെ വിചാരിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. എല്ലാവരോടും സ്നേഹം മാത്രം. നിങ്ങളോട് എല്ലാവരോടും അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. പിയാപ്പിളേനോട് ഇപ്പം എങ്ങനെയാണ് മാറാല തട്ടണമെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറയാന്നുള്ളതുകൊണ്ട് അമ്മായി പോകുന്ന സമയത്ത് ഇവിടെ എല്ലാം മാറാലയും മണ്ണാച്ചൻ വലയും ഉണ്ടല്ലേ, ഇതെന്തായാലും ഇങ്ങനെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കേണ്ടീനുല്ലേ എന്നല്ല ഇങ്ങനെ ബഹുവചനം വെച്ച് ഇങ്ങനെ പറഞ്ഞേരെ എനിക്ക് തോന്നിക്ക് മോനെ ആ മാറാല ഒന്ന് അടുക്കിയെന്നാണ് ഈ ഉദ്ദേശിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെ അമ്മായി വരുന്നതിന് മുമ്പിട്ട് മാറാലയൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീനാക്കി ഒന്ന് ഉഷാറാക്കാന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാൻ എല്ലാം ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കൂടിയതിന് ശേഷം ആദ്യമായിട്ടാണ് മണ്ണാച്ചൻ വലയിലൊന്ന് തട്ടുന്നത്. ഇത്ര വലിയ ഭാരിച്ച ജോലികളൊന്നും ഞാനങ്ങനെ ചെയ്യലില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഉള്ളതും തിന്ന് എവിടെയെങ്കിലും ഒന്ന് കിടക്കുക എന്നുള്ളതാണല്ലോ നമ്മളൊരു പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വിപരീതമായിട്ട് ഇന്ന് നല്ലോണം മേലണങ്ങി പണിയെടുക്കാമെന്ന് തന്നെയുള്ള ഒരു ഉദ്ദേശത്തിലാണുള്ളത്. മണ്ണാച്ചമ്പല ക്ലീനാക്കിയതിന് ശേഷമാണ് നമുക്ക് അടുത്ത വർക്ക് തുടങ്ങാൻ. അപ്പോൾ നമുക്കിന്ന് അടുത്ത വർക്കിലേക്ക് പോവാമല്ലേ, ബാ. തട്ടിയിട്ട മണ്ണാച്ചമ്പല നല്ല രീതിയിൽ അടിച്ചു വാരി കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പൊടി എപ്പോൾ ഉണ്ടാവും. എന്തായാലും ഇത്രക്കാരം പൊടി ഒരു പുരയിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ പലരും പല വ്യത്യസ്തകരമായിട്ടുള്ള വിവിധ തരത്തിലുള്ള കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ചിലത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അത്ഭുതമൊക്കെ തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അങ്ങനെ അടിച്ചു വാരി അതൊക്കെ ഒരു മൂലക്കാക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കണം. അടുത്ത പണി ചെയ്യല്ലോ നമുക്ക്, ബാ. കുറേ ദിവസമായി ഇവിടെ ഒന്ന് തുടക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു. ഇന്നാണ് സമയവും സാഹചര്യവും ഒന്നായത് കേട്ടോ. അപ്പം നല്ലൊരു മലയാള സിനിമ ഗാനവും വെച്ചിട്ട് എൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ തുടച്ചു കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലുള്ള എല്ലാ പേശികളും ഇളകുന്ന രീതിയിലാണ് എൻ്റെ ഈ തുടക്കൽ. കാരണം ഒരു എക്സസൈസും കൂടെ ആണിത്. അപ്പോൾ നമ്മൾ ഒന്ന് മുമ്പോട്ടും ഒന്ന് ബേക്കോട്ടും ഇത് ചലിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വസ്തുക്കളും നല്ല രീതിയിൽ ചലിക്കും. ഈ ഒരു ഹാള് മാത്രം ഞാൻ ഏകദേശം അരമണിക്കൂറോളം തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും എനക്കെന്താ ഇളകിക്കോന്ന്. ലേശം ഒന്ന് ഇളകിക്കുന്ന തന്നെ വിചാരിച്ചോ. നല്ല രീതിയിൽ ക്ലീൻ ആണെങ്കിൽ ഇളകിയ പോലെ കളിക്കണം, ഇല്ലാണ്ടുണ്ടാവും. ശരിയാന്ന് 3-4 ദിവസമായി തുടക്കാത്ത മക്കളെ, ഉള്ള കച്ചറ മൊത്തം ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ശക്തി എടുത്ത് ഇങ്ങനെ ഉരച്ച് ക്ലീനാക്കുമ്പോൾ നല്ലൊരു രസമാണ്. ഇനിയൊരു ഒരാഴ്ച കഴിയാണ്ട് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുകയില്ല. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഇങ്ങനെ തുടക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ തുടക്കലുണ്ടോ, അല്ലെങ്കിൽ ഉടായ്പായിട്ട് അങ്ങ് തുടച്ചങ്ങ് ഒഴിവാക്കലാണോ? അപ്പോൾ തുടക്കുമ്പോൾ എന്തെങ്കിലും പാട്ടാറ്റങ്ങൾ കേൾക്കലുണ്ടോ? അതൊക്കെ നിങ്ങളൊന്ന് വന്ന് പറയും. തുടച്ച് കഴിഞ്ഞിട്ടൊന്ന് കുളിച്ചിട്ട് വേണം പള്ളിയിലേക്കെല്ലാം ഒന്ന് പോവേ, ഒന്ന് പുറത്തേക്കെല്ലാം ഇറങ്ങും. ഇന്ന് നേരം വെളുത്തേരം രാവിലെ ഒന്ന് പുറത്തിറങ്ങിയത്, അതിനുശേഷം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി എന്നാൽ ഞാനൊന്ന് പുറത്തേക്കൊക്കെ പോയി മഗ്‌രിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങി വരാട്ടോ. രാത്രിയൊക്കെ എന്തോ പത്തിരിയോ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം വാങ്ങണോ. ആദ്യമെല്ലാം എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ചോറും രാത്രി തന്നെ അങ്ങ് തിന്നലേനു. ഇപ്പം ഞാൻ അങ്ങനെ തിന്നലില്ല, കാരണം തടി ഇങ്ങനെ കൂടുന്നതുകൊണ്ട്. അപ്പോൾ ലേശം പത്തിരി വാങ്ങിക്ക്, കുറച്ച് ഇറച്ചിക്കറിയും എന്തെല്ലാം പൊരിച്ചെല്ലാം ബാക്കിയുണ്ട്, എല്ലാം കൂടിയിട്ട് ബടിച്ച് തിന്നിട്ട് ഒരുത്തേക്ക് കിടക്കട്ടെ. എന്നാൽ പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല, ബാക്കി നമുക്ക് നാളെ കാണാം അല്ലേ. അപ്പോൾ എല്ലാവരോടും നല്ല രീതിയിൽ എന്തേ തിന്നിട്ട് ഉള്ളവും തിന്ന് കിടന്ന് ഉറങ്ങിക്കോ മക്കളെ, പട്ടിണി കിടക്കണ്ടേക്ക്. ആയിക്കോട്ടെ. ലേശം ഇതുകൊണ്ട് കേട്ടോ, കരിക്കിൻ്റെ ഉള്ളിലുള്ള പയല ഉമ്മ ഇങ്ങനെ ആക്കി വെച്ചിക്ക്. ഈ അമ്മായിനെ കൊണ്ട് ഞാൻ തോറ്റ്. എന്തെല്ലാം ഇങ്ങനെ പിയാപ്പിളക്ക് തരുന്നതല്ലേ, പള്ള ഇങ്ങനെ കൂടുന്ന വെറുതെ.